അതായത് ഈ സജീവാസവ റിയാസന ചിഞ്ചുവീണമാരെ ഒക്കെ പിടിച്ച് ഒന്നാം തരക്കാരായി അങ്ങനെ മുന്നിലേക്ക് നിർത്തുക. പാർത്ഥസാരഥിയുടെയും പാൽപായസത്തിന്റെയും നാടാണ് ഇന്നുവരെ അമ്പലപ്പുഴ. നാളെയും അങ്ങനെ ആവട്ടെ എന്ന് പറയുന്ന ആഗ്രഹത്തോടെ പോകാൻ നാവടി തുടങ്ങാം. അമ്പലപ്പുഴയിൽ ജി സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ പരീക്ഷിക്കപ്പെടുന്നത് മണ്ഡലത്തിലെ LDF, UDF, NDA എന്നീ രാഷ്ട്രീയ സഖ്യങ്ങളുടെ ശക്തിയായിരിക്കില്ല. യഥാർത്ഥത്തിൽ ആ മണ്ഡലത്തിലെ മനുഷ്യരുടെ മാറ്റായിരിക്കും നിശ്ചയിക്കപ്പെടുക. അല്ലെങ്കിൽ സമ്മതിദായകരുടെ പൗരബുദ്ധിയും സാമൂഹ്യ ബോധവും, അതുമല്ല എങ്കിൽ ജനാധിപത്യത്തെ പറ്റിയുള്ള അവരുടെ ധാരണ. എന്തായാലും സഖാക്കളിൽ സ്വതന്ത്ര ബുദ്ധിയുള്ളവർ എത്ര, അടിമ ബുദ്ധിയുള്ള മണ്ടന്മാർ എത്ര? അമ്പലപ്പുഴ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അക്കാര്യവും കൃത്യമായി അറിയാൻ പറ്റും എന്ന് പറയുന്ന ഒരു അഭിപ്രായവും തീർച്ചയായിട്ടും ഈ പോങ്ങനുണ്ട്. ജി സുധാകരൻ ആദർശശുദ്ധിയുള്ള മനുഷ്യനാണ്, വളരെ ആത്മാർത്ഥതയുള്ളവരാണ്, സത്യസന്ധനും അഴിമതി വിരുദ്ധനുമാണ്, ജനോപകാരിയും സാമൂഹ്യ സേവകനുമാണ്, അന്തസ്സും അഭിമാനവുമുള്ളവനാണ്, ഉള്ളതുപോലെ പറയുന്നവനും സത്യം പറയാൻ ഒട്ടും തന്നെ ഭയമില്ലാത്തവനുമാണ്. വാസ്തവത്തിൽ ഇത്തരം സ്വഭാവ ഗുണങ്ങളുള്ള ഒരു നേതാവ് ഏത് പാർട്ടിയുടെയും സമ്പത്താവേണ്ടതാണ് എന്നുള്ളതാണ് സത്യം. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സഖാവ് ജി സുധാകരൻ ഇന്ന് വളരെ വലിയ ബാധ്യതയാണ്. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറ്റം പറഞ്ഞിട്ട് ഒട്ടും തന്നെ കാര്യമില്ല. ഈ കാലത്തിനനുസരിച്ച് മാറാൻ സഖാവ് ജി സുധാകരന് സാധിക്കുന്നില്ല എന്നതാണ് പരമാർത്ഥം. പ്രബുദ്ധ കേരളം ഹരിത കേരളമായത് സുധാകരൻ സഖാവിന് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുര്യോഗം. ഇത്രയും വലിയൊരു പൊതുപ്രവർത്തകന് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവിൽ സംശയം പോലും ഉയർത്താൻ കഴിയുന്ന നിലയിലുള്ള പരിമിതമായ അറിവാണ് അദ്ദേഹം വെച്ച് പുലർത്തുന്നത്. സഖാവ് സുധാകരന്റെ മനസ്സിൽ ജാതിയും മതവും ഒന്നുമില്ല. അതുകൊണ്ട് അമ്പലപ്പുഴ മണ്ഡലത്തിലുള്ള സമ്മതിദായകർ സുധാകരനെ സംബന്ധിച്ച് വെറും മനുഷ്യർ മാത്രമാണ്. ഏതെങ്കിലും നിലയിൽ അവരെ സുധാകരൻ സഖാവ് വർഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള മനുഷ്യരെന്നും കോൺഗ്രസുകാരായിട്ടുള്ള മനുഷ്യരെന്നും BJPക്കാരായിട്ടുള്ള മനുഷ്യരെന്നും ഒക്കെ ആയിരിക്കും. അതായത് രാഷ്ട്രീയമായി മാത്രമേ സുധാകരൻ മനുഷ്യരെ തരംതിരിക്കുന്നുള്ളൂ എന്നാണ് പോങ്ങൻ പറഞ്ഞതിന്റെ ചുരുക്കം. അല്ലാതെ ഹൈന്ദവരായും മുസൽമാന്മാരായും ക്രിസ്ത്യാനികളായും സഖാവ് ജി സുധാകരൻ മനുഷ്യരെ കണ്ടിട്ടില്ല, കാണുന്നില്ല, ഇനിയൊട്ട് കാണുകയുമില്ല. പക്ഷെ നവകാല കമ്മ്യൂണിസ്റ്റുകൾ അങ്ങനെയല്ലല്ലോ. മണ്ഡലത്തിലെ മനുഷ്യരുടെ മതവും ജാതിയും ഒക്കെ പരതിയാണ് പുതുകാലത്ത് പാർട്ടി നിലപാട് സ്വീകരണവും അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പണ്ടും ഇതൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഇത്രത്തോളം പ്രകടന പരത പാർട്ടി കാട്ടിയിരുന്നില്ല എന്നുള്ളതാണ് നേര്. എന്നാൽ ഇന്ന് രാഷ്ട്രീയ കേരളത്തെ ചെമപ്പിക്കാനല്ല, ആ ചെമപ്പിനെ ഹരിത കേരളത്തിൽ പച്ച പിടിപ്പിക്കാനാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് തയ്യാറല്ലാത്തവർ പാർട്ടിക്ക് സ്വാഭാവികമായും അനഭിമതരായിരിക്കും. നിലവിൽ ജനാധിപത്യമാണല്ലോ നാട്ടുനടപ്പ്. സായുധ വിപ്ലവത്തിലൂടെ ചോരച്ചാലുകൾ നീന്തിക്കടന്ന് അധികാരത്തിലെത്തുന്ന സമ്പ്രദായം നാട്ടിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് അധികാരം നേടാൻ വോട്ട് തേടണം. ചുളിവിൽ വോട്ട് നേടാൻ വോട്ട് ബാങ്കുകളുടെ നടത്തിപ്പ് ചുമതലയുള്ളവരെ സമീപിക്കണം. അവർ പറയുന്ന വ്യവസ്ഥകൾ അംഗീകരിച്ചാൽ വോട്ട് ബാങ്കിൽ നിന്ന് ഭരിക്കാൻ ആവശ്യമായിട്ടുള്ള വോട്ടുകൾ ലഭിക്കും. അല്ലാതെ അഴിമതി വിരുദ്ധതയും ആദർശ വിലാപവും ആത്മാർത്ഥതയും സേവന തൽപരതയുമുള്ള നേതാക്കളുടെ പ്രവർത്തനം കൊണ്ട് കിട്ടുന്ന വോട്ട് കൊണ്ട് അധികാരം നേടുന്ന കാലമൊക്കെ എന്നേ പോയി എന്നുള്ളതാണ് സത്യം. സമൂഹത്തെ വഞ്ചിക്കാൻ കഴിവില്ലാതെ ചുമ്മാ ആദർശം പറഞ്ഞുകൊണ്ട് നടക്കുന്ന നേതാക്കളെ വെറും പോങ്ങന്മാരായി കാണാൻ പൊതുസമൂഹം ശീലിച്ചു എന്നുള്ളതും സത്യമല്ലേ? അതെന്തോ ആവട്ടെ, നിലവിൽ വോട്ട് ബാങ്കായി പ്രവർത്തിക്കുന്നത് സംഘടിത ബുദ്ധരായിട്ടുള്ള മതസ്ഥരാണെന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. അപ്പോൾ അവരെ പ്രീണിപ്പിച്ചാലേ വോട്ട് കിട്ടൂ, വോട്ട് കിട്ടിയാലേ അധികാരം കിട്ടൂ, അധികാരം കിട്ടിയാലേ കട്ടുകൂട്ടാൻ ഖജനാവ് കിട്ടൂ. അതുകൊണ്ട് ഖജനാവ് കക്കലും സംഘടിത മതസ്ഥരെ സേവിക്കലും ഒക്കെയാണ് അടുത്ത കാലത്തായി അധികാരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. അങ്ങനെ വരുമ്പോൾ തസ്കര ബുദ്ധിയും പ്രീണന വാസനയും ഇല്ലാത്ത ജി സുധാകരന്മാരെ കൊണ്ട് നമ്മുടെ പാർട്ടിക്ക് എന്ത് കാര്യമാണുള്ളത്, അല്ലെ? ആദർശത്തിന്റെ ഏമ്പക്കവും ഇട്ട് ഖജനാവിൽ കിടക്കുമെന്നല്ലാതെ സുധാകരൻ കക്കാൻ കൂടില്ല, സുധാകരന് പ്രീണിപ്പിക്കാനുള്ള കഴിവുമില്ല. എന്നു മാത്രവുമല്ല, കക്കുന്നവന്മാർക്ക് സമാധാനത്തോടെ തസ്കര വൃത്തിയിൽ ഏർപ്പെടാനോ നേരെ ചൊവ്വെ പ്രീണന പ്രവർത്തനം നടത്താനോ സുധാകര സ്വഭാവികളൊട്ട് സമ്മതിക്കുകയുമില്ല കേട്ടോ. അത് ഓർക്കണം. ഈ പശിയടക്കാൻ സമ്മതിക്കാതെ പശുവിനു ചുറ്റും മുരണ്ടു നടക്കുന്ന പുല്ലുതിന്ന പട്ടികൾക്ക് സമമാണ് പാർട്ടിക്കെന്ന് ആദർശശുദ്ധിയുള്ള നേതാക്കൾ. അതുകൊണ്ട് ആദർശധീരരെ അധികാര സ്ഥാനത്തു നിന്ന് അകറ്റി നിർത്തുക, നേതൃനിരയിൽ നിന്ന് ചന്തിക്ക് ചവിട്ടിയവരെ പുറത്താക്കുക, എന്നിട്ട് നല്ല തസ്കരപ്പറ്റും ധേയത്വബുദ്ധിയും പ്രീണനവാസനയും ഒക്കെയുള്ള മൂന്നാം കിട നേതാക്കളെ, അതായത് ഈ സജീവാസവ റിയാസന ചിഞ്ചുവീണമാരെ ഒക്കെ പിടിച്ച് ഒന്നാം തരക്കാരായി അങ്ങനെ മുന്നിലേക്ക് നിർത്തുക. ആരെ മുന്നിലേക്ക് ഇട്ടുകൊടുത്താലും അടിമക്കണ്ണരായിട്ടുള്ള അണികൾ അവരുടെ കുണ്ടി താങ്ങിക്കോളും. അതാണ് ഇക്കാലത്ത് പാർട്ടിക്ക് ഗുണം ചെയ്യുക എന്ന് പാർട്ടിയുടെ ഉടമസ്ഥനായിട്ടുള്ള ദിമാറ തസ്കരോത്തുമന് വളരെ നന്നായിട്ട് അറിയാം. പാർത്ഥസാരഥിയുടെയും പാൽപായസത്തിന്റെയും ഒക്കെ നാടാണെങ്കിലും കഷ്ടിച്ച് ഭൂരിപക്ഷ സമൂഹമായിരിക്കുന്ന ഹൈന്ദവർ വോട്ട് ബാങ്ക് രൂപീകരണം ഇതുവരെ നടത്തിയിട്ടേയില്ല. എന്നാൽ ഒട്ടകനാടൻ മതത്തിന്റെ ഫ്രാഞ്ചൈസി കേരനാട്ടിൽ തുടങ്ങിയിരിക്കുന്ന സമാധാന മതസ്ഥർ പേറ്റുയന്ത്രം വികസിപ്പിച്ചെടുത്ത് അവരുടെ വോട്ട് മൂല്യം കണ്ടമാനം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കഷ്ടി 50% മുകളിൽ മാത്രം അംഗസംഖ്യയുള്ള ഹിന്ദുക്കൾ സംഘടിത ബുദ്ധരല്ലാത്തതുകൊണ്ട് അവർക്ക് മതിയായിട്ടുള്ള വില നമ്മുടെ ജനസേവന വ്യവസായികൾ നൽകിയിട്ടുമില്ല. അതിൽ കുറ്റം പറയാൻ പറ്റുമോ? സംഘടിത ബുദ്ധിയില്ല, വോട്ട് ബാങ്ക് അല്ല. അതുകൊണ്ടാണ്
കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ഹിന്ദു കമ്മിയായും കോൺഗ്രസ് ആയിട്ടുള്ള ഹിന്ദു കൊങ്ങിയായും BJP ആയിട്ടുള്ള ഹിന്ദു സംഘിയായും കഴിയുമ്പോൾ പാർട്ടി ഏതായാലും ഏകോദര സഹോദരങ്ങളെ പോലെ കനത്ത മതപ്പറ്റുമായി ഒട്ടകനാടൻ മതസ്ഥർ സമാധാന ദാഹികളായി കേരളനാട്ടിൽ മതം പൊട്ടി നടക്കുകയാണ്. സ്വാഭാവികമായും ഇനി ലാൽ സലാം പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല എന്ന് പാർട്ടിയുടെ ഉടമസ്ഥനായിട്ടുള്ള ദ്വിമാറ തസ്കരോത്തമന് കൃത്യമായിട്ട് മനസ്സിലായി. അതുകൊണ്ടാണ് ലാൽ സലാമിനെ പാർട്ടി ഹരിത സലാമാക്കി അഭിവാദ്യ പരിഷ്കരണം അങ്ങനെ അങ്ങോട്ടേക്ക് നടത്തിയത്. അഭിവാദ്യ പരിഷ്കരണം, ലാൽ സലാം മാറി ഹരിത സലാമായി. അതൊന്നും പക്ഷേ ജി സുധാകരന് ഒട്ടും തന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒരുപക്ഷെ ഇനി മനസ്സിലാകുമായിരിക്കാം. എന്തായാലും ജി സുധാകരന് ഗ്രീൻ സുധാകരനാകാൻ കഴിയാത്ത കാലത്തോളം പാർട്ടി ഹരിത സലാമിന്, അല്ലെങ്കിൽ ഹരിത സലാം എന്നതിന്റെ സമൃദ്ധ രൂപമായിട്ടുള്ള എച്ച് സലാമിന് കീഴടങ്ങുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. സത്യമാണ്, ലാൽ സലാം ഹരിത സലാമായി, കമ്മ്യൂണിസ്റ്റ് കേരളം ഹരിത കേരളമായി. ആ മാറ്റം നന്നായി തിരിച്ചറിഞ്ഞവരാണ് ദ്വിമാറ തസ്കരോത്തമൻ. അതുകൊണ്ടാണ് പഴയകാല സിമി പ്രവർത്തകനായിട്ടുള്ള തീവ്ര മതവാദി അദ്ദേഹത്തിന്റെ പുത്രിയുടെ രണ്ടാം പുയ്യാപ്പിളിയായി നിയമിതനായത്, അല്ലെ? അതായത് സ്വന്തം പുത്രി അന്തി ഉറങ്ങുന്ന പള്ളിക്കിടക്കയുടെ പാതി പഴയ സിമിയൻ തീവ്ര മതവാദിക്ക് പകുത്തുകൊടുക്കാൻ മനസ്സുള്ള പാർട്ടി ഉടമയ്ക്ക് പാർത്ഥസാരഥിയുടെ മണ്ണ് ഹരിത സലാമിന് തീരെഴുതി കൊടുക്കാൻ എന്തെങ്കിലും മടിയുണ്ട് എന്ന് തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? തസ്കരപ്പറ്റും പ്രീണന ബുദ്ധിയുമില്ലാതെ ചുമ്മാ ആദർശം മോങ്ങി നടക്കുന്ന സഖാവ് ജി സുധാകരനെ ഇന്ന് പാർട്ടിക്ക് ആവശ്യമേയില്ല. അതുപോലെ പ്രബുദ്ധ ജനതയ്ക്കും തീരെ ആവശ്യമില്ല അദ്ദേഹത്തെ. എന്നാൽ അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലെ ജനതയ്ക്ക് അദ്ദേഹത്തെ വേണമോ വേണ്ടയോ എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് അവരുടെ ജനാധിപത്യ ബോധമാണ്, അവരുടെ സാമൂഹ്യ ബുദ്ധിയും പൗരചിന്തയുമാണ്. പാർത്ഥസാരഥിയുടെ പാൽപായസം ഭാവിയിൽ മതേതരത്വത്തിന്റെ ഹരിത മധുരത്തിൽ പാകപ്പെടുമോ ഇല്ലയോ എന്നത് മെയ് 4-ന് നമുക്കറിയാം. ഒരു കാര്യത്തിൽ പോകാൻ ഉറപ്പുണ്ട്, നിയമസഭയിലെത്തിയാൽ മണ്ഡലത്തിലെ ജനങ്ങളുടെ ജനാധിപത്യ ബോധത്തിന് വളരെ അഭിമാനിക്കാവുന്ന നിമിഷങ്ങൾ പകരാൻ ജി സുധാകരന് തീർച്ചയായിട്ടും സാധിക്കും. സഖാവെന്ന നിലയിൽ ഇതുവരെ പറ്റിയ പാകപ്പിഴകൾ പരിഹരിക്കാനുള്ള അവസരവുമാണ് സുധാകരന് കൈവന്നിരിക്കുന്നത്. അമ്പലപ്പുഴയിൽ സുധാകരൻ തോറ്റാൽ അത് സുധാകരന്റെ വ്യക്തിപരമായിട്ടുള്ള തോൽവിയോ പാർട്ടിയുടെ വിജയമോ ആയിരിക്കില്ല എന്ന് പറയുന്ന ഒരു അഭിപ്രായമാണ് പോകാനുള്ളത്. അത് പൗരജനതയുടെ പരാജയമായിരിക്കും, ജനാധിപത്യത്തിന്റെ പരിമിതിയായിരിക്കും സുധാകരന്റെ തോൽവി തുറന്നു കാട്ടുക. അങ്ങനെ ഒരു തോൽവി സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ തോൽവി ജനാധിപത്യത്തിന്റെ പരിമിതിയെ തന്നെയായിരിക്കും തുറന്നു കാട്ടുക. ജനാധിപത്യത്തിനെ മതാധിപത്യത്തിന് ഒറ്റുകൊടുക്കാൻ പേറ്റു യന്ത്രങ്ങൾക്ക് പറ്റുമെന്ന യാഥാർത്ഥ്യവും സുധാകര തോൽവി നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ ഒരു തോൽവി സംഭവിച്ചാൽ, ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. എന്തായാലും അമ്പലപ്പുഴ പാൽപായസത്തിന് മധുരച്ചോർച്ച സംഭവിക്കാത്ത ഒരു വിധി പകരാനുള്ള പ്രാപ്തി, അങ്ങനെ ഒരു പ്രാപ്തി പകർന്ന് മണ്ഡലത്തിലെ പൗരന്മാരെ പാർത്ഥസാരഥി അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പോങ്ങൻ ഈ സംസാരം ഇവിടെ നിർത്തുകയാണ്. അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം, അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നമുക്കെല്ലാം നല്ലത് വരട്ടെ, നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ. സ്നേഹം, ടാറ്റ.